റൗണ്ടിനൊത്ത കോസ്റ്റ്യൂമായി കടന്നു വന്നിരിക്കുന്നു ഇശൽ. എന്തൊക്കെയുണ്ട്? നല്ല ഡ്രസ്സാണ്, കാണാൻ നല്ല രസമായിട്ടുണ്ട്. ഏത് പാട്ടാ പാടുന്നേ? മഴമുകിലൊളി വർണ്ണൻ മധുബാലകൃഷ്ണൻ. ഓ അങ്ങനെയാണല്ലേ. മഴമുകിലൊളി വർണ്ണൻ മധുബാലകൃഷ്ണൻ കൃഷ്ണൻ കൊടമുല്ല കൊണ്ടൊരു കൊരലാറ്. ആ ഡീറ്റെയിൽസ് പറയൂ. മ്യൂസിക് AT ഉമ്മർ സാർ, ആഹാ. ലിറിക്സ് P ഭാസ്കരൻ മാഷ്, പാടിയത് ജാനകി അമ്മ, സിനിമ ആഭിജാത്യം, വർഷം 1971. മോളി പാട്ട് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എന്തെങ്കിലും കവിത വല്ലതും എഴുതിയോ? കണ്ടപ്പോ എനിക്ക് തോന്നല് കവിത എഴുതിയായിരുന്നു. എന്തൊക്കെയോ കുത്തിക്കുറിച്ചല്ലേ? എന്തായിരുന്നു അത്? ഓർമ്മയുണ്ടോ? ഓർമ്മ ചെറുതായിട്ട്. ഒന്ന് പറഞ്ഞു നോക്കി. എന്തായിരുന്നു ഈ പാട്ട് പഠിച്ചപ്പോഴത്തേക്ക് മനസ്സിൽ വന്ന ഒരു കവിത? കൃഷ്ണൻ, ആ ഗോപാലകൃഷ്ണൻ, മധുബാലകൃഷ്ണൻ. പിന്നെ എനിക്ക് ഓർമ്മയില്ല. മധുവിന് ഓർമ്മയുണ്ടോ? അങ്ങനെ എന്തോ ആണ്. കൃഷ്ണൻ ഗോപാലകൃഷ്ണൻ, കൃഷ്ണൻ ഗോപാലകൃഷ്ണൻ അല്ലേ? അങ്ങനെയല്ലേ തുടങ്ങണത്? ഗോപികമാർക്ക് ഉണ്ണിക്കണ്ണൻ. അങ്ങനെ എഴുതിയോ? എഴുതി എഴുതി. യശോദയ്ക്ക് നീ താമരക്കണ്ണൻ. അയ്യോ, ഇതെങ്ങനെ അറിഞ്ഞത്? അല്ല എന്തോ ഇതൊക്കെ എങ്ങനെ എഴുതാൻ പറ്റി? ഓടക്കുഴൽ നാദം കേട്ട് ഞാൻ എഴുതിയോ? ആ ഇതൊക്കെ എങ്ങനെ ഞങ്ങൾ പിടിച്ചു എന്നായിരിക്കും അല്ലേ? ഞങ്ങൾ അറിഞ്ഞു. എങ്ങനെ? അതൊക്കെ ഒരു എന്താ പറയുന്നത്? കാരണം കൃഷ്ണൻ ഗോപാലകൃഷ്ണൻ, ഗോപികമാർ ഉണ്ണിക്കണ്ണൻ, യശോദയ്ക്ക് നീ താമരക്കണ്ണൻ, കണ്ണാ ഉണ്ണിക്കണ്ണ, ഓടക്കുഴൽ നാദം കേട്ട് ഞാൻ, നാടിനി നീ തണലാണ്. ചുമ്മാ എഴുതിയതാ അവിടെ. എന്റെ കൈ കിട്ടി. അതെ, മോൾ എഴുതിയ പേപ്പർ എന്റെ കിട്ടി. ഓ ഇങ്ങനെ കുത്തിക്കുറിക്കുന്ന പേപ്പറുകളൊക്കെ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നുണ്ട്? ഒക്കെ കിട്ടുന്നുണ്ടല്ലേ? എൻ വിളി കേക്കണേ ശ്രീകൃഷ്ണ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി എഴുതിയിട്ടുണ്ട്. ഇത് മോഡേൺ കേശല്ലേ? എഴുതിയതാ. അപ്പൊ എന്തായാലും ഈ എന്താണ് മഴമുക്കിൽ ഒളിവർണ്ണൻ എന്നുള്ള പാട്ട് പാടാൻ നേരത്ത് മോക്കൊരു ഭൂതോദയം വന്ന് ഇങ്ങനെ അങ്ങ് എഴുതി അല്ലേ? ആശാമാരെ, ഓ നമുക്ക് അടുത്ത ആളെ വിളിച്ചാലോ? എന്താ അവിടെ ഒരു ഗൂഢാലോചന? അല്ലേ ഇവിടെ സീറ്റിലുള്ള രണ്ടുപേരെ ഇവിടെ ഈ ടോപ്പ് സിംഗിൾ വന്ന് നിങ്ങൾക്ക് ഈ കുട്ടികുറുമ്പ് കൂടുന്നുണ്ടോ? സത്യത്തിൽ ഞാൻ കുഞ്ഞാന്നല്ലേ പറയണേ. ആ എന്നെക്കാളും എന്താ പറയാ ഇത്രയും ചെറിയ പിള്ളേരെ ഞാൻ കണ്ടിട്ടില്ല. അതാ പുറത്തുനിന്ന് കാണുമ്പോഴത്തേക്കും രണ്ട് ഗന്ധർവന്മാരും, പക്ഷെ കയ്യിലിരിപ്പ് എന്താന്ന് നമുക്കല്ലേ അറിയുള്ളൂ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മളിതാ നമ്മുടെ കുറുമ്പൊക്കെ ഒന്ന് മാറ്റി വെക്കാം. നമ്മള് കുറച്ച് മച്ചൂടായിട്ട് പെരുമാറാൻ പെരുമാറാം നമുക്ക്. ആ നമ്മൾ ഇനി ഫേവറേറ്റ് സോങ്ങിലാണ് അടുത്ത ആള് വരുന്നത്. വിളിക്കട്ടെ, നമുക്ക് സ്വാഗതം ചെയ്യാം ഐറിസ് കുട്ടി. MG സാറും മധു സാറും ഒന്നും ഇല്ലല്ലോ. തിരിഞ്ഞു നോക്കിട്ടൊക്കെ പറഞ്ഞിട്ടല്ലോ. പുറയിലുണ്ട്. ആ ഐറിസ് കുട്ടി എന്തോ കണ്ടോ? കണ്ട് ദേ മോളെ കണ്ടോ? തിളക്കമുണ്ട് സാരിക്കകത്ത്. ആ അതാണ് പിള്ളേർക്ക് ഇവിടെ വന്നിട്ട് ആദ്യം കണ്ണില് പിടിക്കുന്നത് അതാ. ഇനി ഞാൻ തിളക്കമുള്ള ഡ്രസ്സേ ഇടൂ. പുറകില് ദേ രണ്ട് ചെറുപ്പക്കാര് നിക്കുന്നുണ്ടോ? ഈ ചെറുപ്പക്കാരോടൊന്ന് വന്ന് ഇരിക്കാൻ പറയുമോ? മക്കളെ റീമി എന്തെങ്കിലും ആകെ അസ്വസ്ഥത. അല്ല എനിക്ക് ഇങ്ങനെ ഇരുന്നിട്ട് എന്തോ പോലെ അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് കസേരയെ നോക്കി സംസാരിക്കേണ്ട അവസ്ഥ. അപ്പൊ പാട്ട് തുടങ്ങട്ടെ ചോദിക്കി. കസാരയിൽ വന്ന് ഇരിക്കാൻ പറ. കസേരയിലിരിക്കേ. കസാരയിൽ ഇരിക്കി. ഞങ്ങൾ അവിടെ ഇരിക്കേ. മുണ്ടൊക്കെ കൊടുത്തല്ലേ. അത് കാണാൻ വേണ്ടിയാ നിന്നെ. കുട്ടപ്പനായിട്ടാ നിക്കണേ. സൂപ്പർ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.